Hi students, welcome to LMThing. നമ്മളിന്ന് SSLC Maths പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1, അതായത് 2023 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7, 13, 19 ഡാഷ് ഡാഷ് ഇസ് an arithmetic sequence. 7, 13, 19 ഒരു സമാന്തര ശ്രേണിയാണ്. ഇതിലെ വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എത്ര? ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. 2 മാർക്കിന്റെ ചോദ്യമാണ്. 11ാം പദം എത്ര? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ആൻസർ എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എത്ര? 6 കിട്ടും അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 6 ആണ്. ഇനി രണ്ടാമത് 11th ടേം x11 ടേം എന്ന് പറയുന്നത് 10ാം പദത്തിനോടുകൂടി 1ാം പദം. പക്ഷെ നമുക്ക് 10ാം പദം അറിയോ? ഇല്ല. അപ്പം ഫസ്റ്റ് ടേം എ എന്നോ എഫ് എന്നോ എടുക്കാം. എ പ്ലസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ്. എ പ്ലസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ്. എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം നമുക്കറിയാമല്ലോ, 7 പ്ലസ് 10 ഇൻറ്റു ഡി എത്ര? 6. 7 പ്ലസ് 16. 16 ആണോ? അല്ല, ഇവിടെ കൂട്ടുകയല്ല ചെയ്യേണ്ടത്, ഗുണിക്കുക. 60. 7 പ്ലസ് 60 67. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. വെയ്റ്റ്സ് ഓഫ് 11 players of a football team are given in kilogram. 55, 65, 56, 70, 62, 54, 64, 58, 68, 65, 60. Find the median weight of the players. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. 11 കളിക്കാരുടെ എന്താണ്? ഭാരമാണ്, വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് കിലോഗ്രാമിൽ. അവരുടെ മധ്യമ വെയിറ്റ്, അതായത് ഭാരം കാണുക. അപ്പം മധ്യമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മിഡിൽ ഐറ്റം എന്നാണ്, മധ്യത്തിലുള്ളത്. പക്ഷേ 11 പേരിൽ മധ്യത്തിലുള്ളത് എത്രാമത്തെ ആളായിരിക്കും? 6ാമത്തെ. പക്ഷേ ഇത് നോക്കേ, ഓർഡർ അല്ലാതെ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ അസെൻഡിങ് ഓർഡറിൽ ആക്കാം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ആക്കാം. അപ്പോൾ ആദ്യം എത്രയാണ്? 54 അല്ലേ? 54 അല്ലേ ചെറുത്? 54, then 55, പിന്നെന്താ 56, പിന്നെ 58, പിന്നെ അടുത്ത ആരാണ്? 60, 62, പിന്നെന്താണ്? 64 ഉണ്ടല്ലേ? 64, 65 രണ്ടെണ്ണം ഉണ്ട്. 65, പിന്നെ അടുത്തത് 68, 70. എല്ലാവരും ആയോന്ന് എണ്ണി നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പം ഇതിലെ മിഡിൽ ഐറ്റം എന്ന് പറയാൻ 11, 1, 12, 6ാമത്തെ ആൾ. 1, 2, 3, 4, 5, 6ാമത്തെ. ഇതാണ് മിഡിൽ ഐറ്റം. അതായത് മീഡിയൻ ഈക്വൽസ് 62. അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറോ ആക്കാതെ മീഡിയൻ കണ്ടുപിടിക്കരുത്. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ആക്കണം, എന്നിട്ടേ മീഡിയൻ കണ്ടുപിടിക്കാവൂ. ഇരട്ടസംഖ്യ ആണെങ്കിൽ എന്താണ്? 11 എന്ന് പറയുന്നതിന് പകരം 12 ആണെങ്കിലോ നടുക്കുള്ള 2 പേരുടെയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം. എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു. What is the probability that the dot is within the unshaded portion? What is the probability that the dot is within the shaded portion? ഇവിടെ നോക്കിക്കുക, ഒരു സർക്കിൾ ഉണ്ട്. എന്താ? ഒരു സെക്ടർ 120 ഡിഗ്രി കാണിച്ചിരിക്കുന്നു. സെക്ടറിന് പുറത്തുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അപ്പം ഒരു സർക്കിളിന്റെ ഡിഗ്രി മെഷർ എത്രയാണ്? 360 ആണ് അല്ലേ? അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് ആൻസർ ചെയ്താൽ ഒന്നാമത്തെ ആൻസർ അൺഷെയ്ഡഡ് പോർഷൻ 120 സെക്ടർ ആണ്. ഇത് കഴിഞ്ഞുള്ള ബിഗർ സെക്ടറിലാണ് ഡോട്ട് ഇടുന്നത്. അൺഷെയ്ഡഡ് ഇത് അൺഷെയ്ഡഡ്, ദിസ് ഈസ് ഷെയ്ഡഡ്. ആദ്യം ചോദിച്ചിരിക്കുന്നത് അൺഷെയ്ഡഡ് ആണ് അല്ലേ? അപ്പോൾ 120 ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഡോട്ട് ഇടാം. 120 ബൈ ടോട്ടൽ 360. ഡിഗ്രി മെഷർ ഓഫ് എ സർക്കിൾ ഈസ് 360. ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും. രണ്ടാമത്തത് വിതിൻ ദ ഷെയ്ഡഡ് പോർഷൻ, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത്. അപ്പം 240 ബൈ 360.
ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറുതാക്കുമ്പോൾ 2/3 എന്ന് കിട്ടും. ഇത് രണ്ടും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നാലാമത്തെ ചോദ്യം, എ ബി ഇസ് എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeter. Chord AB makes an angle of 90 degree. That is make a right angle at the center. What is the length of AB? ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആയിരിക്കും. റേഡിയസ് അല്ലേ, OAയും OBയും റേഡിയസ്. AB ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് 45 90 ട്രയാങ്കിൾ ആവും അല്ലേ. 45 90 ട്രയാങ്കിൾ. റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:1:√2. അപ്പം 90യുടെ ഓപ്പോസിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 1ന്റെ സ്ഥാനത്ത് എന്തുണ്ട്? 3. അപ്പം 3:3:3√2 എന്നുണ്ട്. അപ്പം എ ബിയുടെ ലെങ്ത് എത്ര കിട്ടും? AB = 3√2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോഴാണ് നമുക്ക് നാലാമത്തെ ആൻസർ. അഞ്ചാമത്തെ ചോദ്യം 3 മാർക്കാണ്. ഇനിയുള്ള 5 മുതൽ 10 വരെ 3 മാർക്കാണ്. ഇവിടെ നോക്കിക്കേ, ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, 2 കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. A39 C812 are the coordinates of a rectangle whose sides are parallel to the axis. Find the other two coordinates. Find the length of the sides of the rectangle. ഇവിടെ നോക്കിക്കേ, AB is parallel to x-axis, so its y coordinate equal. ഇവിടെ 9 ആണെങ്കിൽ ഇവിടെയും 9 ആണ് അല്ലേ. ഇവിടെ നോക്കിക്കേ, ബി വന്ന് എ ബിയും എന്താണ് ഇവിടെ ബി സിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ബി. സോ ദിസ് ലൈൻ ഈസ് പാരലൽ ടു y ആക്സിസ്, സോ എക്സ് കോർഡിനേറ്റ് ഈക്വൽ. ഇവിടുത്തെ 8 തന്നെയാണ് ഇവിടെ വരുന്നത്. നോക്കിക്കേ, 8 9. അതുപോലെ ഇവിടെ ഡിയിൽ എന്താണ് നോക്കിക്കേ, ബി ഡി പാരലൽ ടു y ആക്സിസ്, സോ എക്സ് കോർഡിനേറ്റ് എന്താണ് ഈക്വൽ. 3 തന്നെ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ 12 കോഡ്. അപ്പോൾ ആൻസർ എത്ര? ഡിസ്റ്റൻസ് 39 to 89. 8 minus 3 എത്ര? 5. 8 minus 3. The length is equal to 8 minus 3 5. Breadth of 9 to 12. Okay, 12 minus 9. Breadth is equal to 12 minus 9 is equal to 3. അപ്പം എല്ലാം നമുക്ക് ആൻസർ ആയി. കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ച് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ച്. ഓക്കെ, ഇത് വരയ്ക്കാനുള്ളതാണ്. ആറാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 centimeter. Draw a triangle whose vertices are on the circle and two of its angles 40 and 60. അപ്പം ഞാൻ വരയ്ക്കുന്നില്ല, ഞാൻ റഫായിട്ടൊന്ന് കാണിച്ചു തരാം. 40 60 ആണെങ്കിൽ 40യുടെ ഡബിള് 80യും 60യുടെ ഡബിള് 120യും സെൻറ്ററിൽ എടുക്കുക. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. എത്ര റേഡിയസ്? എത്ര? 4. എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് എത്ര എടുക്കണം? 80 എടുക്കണം. 80 എടുക്കുക. ഈ 80 എടുക്കുമ്പോഴേ ഇവിടെ ഉള്ള ആംഗിള് അതിൻ്റെ പകുതി വരത്തോളൂ, 40 വരത്തോളൂ. അപ്പോൾ 80 എടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് 120 എടുക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യുക. ഇതിങ്ങനെ വരും, ട്രയാങ്കിള് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ആയിരിക്കും ഈ 80യുടെ ഹാഫ് ഇവിടെ ആയിരിക്കും വരുന്നത്. എത്ര? ഈ ആംഗിള് 40 ആയിരിക്കും. 120 അവിടെ ആകുമ്പോൾ ഇവിടെ 60 വരും. ഓക്കെ, അപ്പോൾ ആറാമത്തെ ചോദ്യം നിങ്ങൾ തന്നെ വരച്ച് പഠിക്കുക. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ, നല്ലപോലെ വരച്ച് പഠിക്കുക. തീർച്ചയായിട്ടും എക്സാമിനേഷന് വരുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ഹൂസ് പെരിമീറ്റർ ഈസ് 80 centimeter ആൻഡ് ഏരിയ 351 centimeter സ്ക്വയർ. അതായത് ഒരു ചതുരത്തിൻ്റെ എന്താണ് ചുറ്റളവ് 80 centimeter പരപ്പളവ് 351 centimeter സ്ക്വയറുമായാൽ എന്താണ് ലെങ്ത് ഓഫ് ദ സൈഡ്, ലെങ്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, ചുറ്റളവ് 80. അതായത് 2 × L + B = 80. 2 L + B വരുന്നതാണ് 80. അപ്പോൾ 1 L + B എന്ന് പറയുമ്പോൾ എത്ര? 40. Therefore L + B = 80 / 2 40. അപ്പോൾ ലെങ്ത് = x എന്ന് എടുക്കുന്നത്. അപ്പോൾ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 40 - x. ലെങ്തിന് പകരം ഞാൻ x കൊടുക്കുന്നത്. ലെങ്ത് = x implies x + b = 40.
അപ്പം ബി എന്തായിട്ട് വരും? ബി ഈസ് ഈക്വൽ ടു 40 മൈനസ് എക്സ് എന്ന് വരും. ഇനി ഏരിയ ആണ്, ഏരിയ കാണണം. ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടി മേലോട്ട് ചെയ്താൽ ബി ഈസ് ഈക്വൽ ടു 40 മൈനസ് എക്സ്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദറ്റ് ഈസ് എക്സ് ഇൻറ്റു 40 മൈനസ് എക്സ് ഈക്വൽ 351. നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ 2-3 രീതികളുണ്ട്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്, ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്. ഇത് മനസ്സിലായല്ലോ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. 40x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 351. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് 40x ഈക്വൽസ് മൈനസ് 351. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ് ചെയ്യുന്നത്. അതായത് 40യുടെ പകുതി 20, അതിൻ്റെ സ്ക്വയർ 400, ആഡിങ് 400 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇത് എന്താ കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 400 ഈക്വൽസ് മൈനസ് 351 പ്ലസ് 400. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാ? എക്സ് മൈനസ് 20 ഹോൾ സ്ക്വയർ ഈക്വൽ മൈനസ് 351 പ്ലസ് 400 എന്ന് പറയുമ്പോൾ 49 എന്ന് വരും. അപ്പോൾ എക്സ് മൈനസ് 20 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 49, ദറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 7 എന്ന് കിട്ടും. അപ്പം നമുക്ക് നെഗറ്റീവിൻ്റെ ആവശ്യമില്ല, അപ്പോൾ എക്സ് എന്താ കിട്ടും? എക്സ് ഈസ് ഈക്വലി 20 പ്ലസ് 20 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. എക്സ് മൈനസ് 20 ഈസ് ഈക്വൽ ടു 7, എക്സ് ഈസ് ഈക്വൽ ടു 27. അപ്പോൾ നമുക്ക് ലെങ്ത് 27ഉം ബ്രെഡ്ത്ത് എത്ര? 40 മൈനസ് 27, ദറ്റ് ഈസ് 13 എന്ന് കിട്ടും. നമുക്ക് ആൻസർ ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തത് ഇങ്ങോട്ട് എഴുതാം, ബോക്സിനകത്ത് എഴുതാം. അപ്പോൾ എക്സ് ലെങ്ത് എത്ര കിട്ടും? 20 പ്ലസ് 7 27, ബ്രെഡ്ത്ത് 13. ലെങ്തും ബ്രെഡ്ത്തും കൂടെ എത്രയാ? 40 ആണ് വന്നിരിക്കുന്നത്. 8ാമത്തെ ചോദ്യം. 4, 5 and 8, 11 are the coordinates of 2 points on a line. Find the slope of the line, equation of the line. അതായത് വരയുടെ സമവാക്യവും വരയുടെ ചരിവ്. ആദ്യം വരയുടെ ചരിവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് m is equal to y2 minus y1 by x2 minus x1 equals 11 minus 5 by 8 minus 4 equals 6 by 4 equals 3 by 2. സ്ലോപ്പ് കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ ആണ് y മൈനസ് y1 5 ഉണ്ട്. ഈ 2 പോയിന്റും എടുക്കാം. y മൈനസ് 5 ഈക്വൽസ് m എന്ന് പറയുന്നത് സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടി? 3 by 2 ഇൻറ്റു എക്സ് മൈനസ് x1 4 ആയിട്ട് എടുക്കുന്നത്. 2 കൊണ്ട് ഇതിനെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2y മൈനസ് 10 ഈസ് ഈക്വൽ ടു 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x മൈനസ് 12 എന്ന് കിട്ടും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടും? ഈ 2y അപ്പുറത്ത് കൊണ്ടുപോവുക, മൈനസിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 3x മൈനസ് 2y പ്ലസ് 10 മൈനസ് 12 ഈക്വൽ ടു 0. ദറ്റ് ഈസ് 3x മൈനസ് 2y മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. 9th question. 6th term of an arithmetic sequence is 46. Its common difference is 8. What is its 16th term and find its 21st term. 3 മാർക്കിന്റെ ചോദ്യം. എക്സ് 6 തന്നിട്ടുണ്ട്, 6th term 46. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 8. അപ്പം 16th term 6ഉം 10ഉം 16. അപ്പം 6th ടേമിൻ്റെ കൂടെ 10 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. 6th term ഈസ് 46 പ്ലസ് 10 ഇൻറ്റു 8. അപ്പോൾ എത്ര കിട്ടും? 46 പ്ലസ് 80. 10 ഇൻറ്റു 8 80. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 126 എന്ന് കിട്ടും. അപ്പോൾ 16ാമത്തെ പദം കിട്ടി. ഇനി അടുത്തത് 26ാമത്തെ പദം, 21ാമത്തെ പദം x21. അപ്പോൾ 16ന്റെ കൂടെ 5 കോമൺ ഡിഫറൻസ്, 16 5 21.
അപ്പം 126 പ്ലസ് 5 ഇൻറ്റു 8. ഇപ്പം എത്ര കിട്ടും? 126 പ്ലസ് 40 166 കിട്ടും. ഇതാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇൻ റേഡിയസ്. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്ത് വരുന്ന റേഡിയസ്. അതായത് അകത്തൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്രയാണ്? ഇൻ സർക്കിൾ. അപ്പോൾ നമുക്ക് ആദ്യം ഏരിയ കണ്ടുപിടിക്കും. ഏരിയ ഈക്വൽസ് ഹാഫ് BH. ഇത് 90 ഡിഗ്രി ആംഗിളാണ്. ഹാഫ് ഇൻറ്റു 9 ഇൻറ്റു 12 6 times 54 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ കിട്ടി. ഇനി റേഡിയസ് കാണണം. റേഡിയസ് ഇൻ റേഡിയസ് ഈക്വൽസ് ഏരിയ ബൈ സെമി പെരിമീറ്റർ. ഏരിയ ബൈ സെമി പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? സം ഓഫ് 3 സൈഡ് 12 പ്ലസ് 9 പ്ലസ് 15 എത്ര വരും? 36 വരും. അപ്പം എസ് എന്ന് പറയുന്ന പെരിമീറ്ററിൻ്റെ പകുതി 36/2 18 എന്ന് വരും. ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? എത്ര കിട്ടിയിരിക്കുന്ന? 54 ഈക്വൽസ് 54/18 ഈക്വൽസ് 3 എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് എത്ര? 3 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററാന്ന് തോന്നുന്നത് ഇതിൻ്റെ അകത്തൊന്നും കാണിക്കുന്നില്ല. സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്താണ് തന്നിരിക്കുന്നത് അതനുസരിച്ച് ചെയ്ത്. അപ്പം നമ്മൾ 10 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.